ഇന്ന് ഒരു പാർട്ടിക്ക് പോയ കഥയാണ്. നല്ലോണം വിശക്കുന്നുണ്ടായിന്. പക്ഷേ അവിടെ പോയാൽ എന്തായാലും ഫുഡ് കഴിക്കണം എന്നറിയുന്നതുകൊണ്ട് ലൈറ്റായിട്ട് ഒരു ചായയും ഉള്ളിവടയും കഴിച്ചിട്ട് നേരെ ADCBന്ന് മെട്രോ കയറി. അപ്പം നമ്മളെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ അൽ ജദ്ദാഫ് ക്രീക്ക് സൈഡ്. ഇനി നമുക്ക് അൽ ജദ്ദാഫിനെ പറ്റി സംസാരിക്കാം. ദുബായ് ക്രീക്കിൻ്റെ വെള്ളത്തീരത്ത് സ്ഥിതി ചെയ്യുന്ന അൽ ജദ്ദാഫ് പ്രകൃതിയും നഗര സൗന്ദര്യവും ഒന്നിച്ച് കാണാൻ കഴിയുന്ന ഒരു അടിപൊളി ലൊക്കേഷനാണ്. അപ്പം നമ്മൾ ഒരു 12 ആൾ കൂടിയിട്ടാണ് പോയിട്ടുണ്ടായത്. ഇതായിരുന്നു നമ്മളെ ബോട്ട് എന്ന് തന്നെയാണെന്ന് തോന്നുന്നു പറയാം, വേറെ എന്തെങ്കിലും പേര് പറയുമെന്ന് എനിക്കറിയില്ല. പിന്നെ അവിടെ നിന്ന് ഇതുപോലെ ഫോട്ടോ എടുത്ത് തരും. നമ്മളെല്ലാം ഫോട്ടോ എടുത്തിട്ടുണ്ടായിന്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ പ്രിൻ്റ് തരും. പക്ഷേ 20 ദിർഹം കൊടുക്കണം. രാത്രി ആയതുകൊണ്ട് തന്നെ ആ ലൈറ്റ് കൊണ്ട് തിളങ്ങുന്ന ആ ഒരു വെള്ളവും കാറ്റും എല്ലാം കൊണ്ട് ഈ ഒരു യാത്ര അടിപൊളിയേനു. ഒരു വശത്ത് നല്ല പഴക്കമുള്ള ചരിത്ര കെട്ടിടങ്ങൾ, മറുവശത്ത് നല്ല ഉയരം കൂടിയ മോഡേൺ സ്കൈലൈൻ. ഇതെല്ലാം ആ ബോട്ടിൽ നിന്നിട്ട് വെള്ളത്തിന്റെ മേലെ നിന്ന് കാണുമ്പോൾ ഒരു അടിപൊളി കാഴ്ച തന്നെയായിരുന്നു. പിന്നെ ഫുഡിന്റെ ടൈം ആയതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പോയി. റൈസ്, ചിക്കൻ, ബീഫ്, സാലാഡ്, പിന്നെ ഐസ്ക്രീം ഉണ്ടായിന്, ഗുലാബ് ജാം ഉണ്ടായിന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പം അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീണ്ടും നമ്മുടെ ബോട്ടിന്റെ മുകളിലേക്ക് തന്നെ വന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയല്ല രാത്രി ഒരു യാത്ര പോകുന്നത്. അപ്പം എന്തായാലും എനിക്ക് ഈ ഒരു യാത്ര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിന്. പിന്നെ ഇതിൽ ഈ ഒരു ഡാൻസ് ഉണ്ടായിന്. എനക്കൊന്ന് ഇതെന്തോ അവരെ പാരമ്പര്യ ഡാൻസ് ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പിന്നെ ഇതായിരുന്നു നമ്മൾ നേരത്തെ എടുത്ത ഫോട്ടോ, 20 ദിർഹം, ബട്ട് നമ്മൾ വാങ്ങിയില്ല. പിന്നെ ഈ ഒരു വാട്ടർ ഫൗണ്ടെയിനും കൂടെ കണ്ടിട്ടുണ്ടായിന് നമ്മൾ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇവരെ വക ഡാൻസായി പാട്ടായി ഒന്നും പറയാനില്ല. പിന്നെ ഉണ്ടായതാണ് ഇങ്ങനെ ഒരു ലൈവ് എൻ്റർടൈൻമെൻറ്റ്. ഇത് രണ്ടും മനുഷ്യനാണ്. ഒരു കുതിരേൻ്റെ രൂപത്തിൽ വന്നിട്ട് ചെറിയ കുട്ടികളുടെ അടുത്തെല്ലാം പോയിട്ട് അവരെ ഇങ്ങനെ ഇതെല്ലോ ആക്കും. ഇങ്ങനെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് മനസ്സിലായ? നമ്മൾ ആ ഒരു ഫോട്ടോ വാങ്ങിയിട്ട് ഇതായിരുന്നു ഇവരെടുത്ത ഫോട്ടോ. ഇവർ ആ ഫോട്ടോ വാങ്ങിയിട്ടുണ്ടായിനി. അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് തിരിച്ചു പോയി. അപ്പം